ഓം ശ്രീ മഹാദേവി നമ. ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രം നമ്മൾ ഇന്ന് 87ാമത്തെ ശ്ലോകമാണ് എടുക്കുന്നത്. 87ാമത്തെ ശ്ലോകം അർത്ഥം പറയുന്നു. 400ാമത് നാമം തുടങ്ങുന്നു. വ്യാപിനി വിവിധാകാര വിദ്യാസ്വരൂപിണി. അവിദ്യാസ്വരൂപിണി എന്നാണ്. മഹാകാമേശ നയന കുമുദാഹ്ലാദ കൗമുദി. അതായത് വ്യാപിനി, സർവജഗത്തിലും വ്യാപിച്ചിരിക്കുന്നവർ, ഏറ്റവും സൂക്ഷ്മമായ ചൈതന്യം. സ്ഥൂലമായി കാണപ്പെടുന്ന പ്രപഞ്ചത്തിൽ നമ്മൾ സ്ഥൂലമായി, അതായത് ബാഹ്യമായ കണ്ണുകൾ കൊണ്ട് നമ്മൾ കാണപ്പെടുന്ന സകലത്തിലും സൂക്ഷ്മശക്തിയായി ദേവിയുണ്ട്. നാം കാണുന്ന എല്ലാ വസ്തുക്കളിലും ദേവിയുടെ ചൈതന്യം കുടികൊള്ളുന്നു എന്ന് എപ്പോഴും പറയപ്പെടുന്നതാണ്. അപ്പോൾ വ്യാപിനി എന്ന് പറയുമ്പോൾ സർവജഗത്തിലും വ്യാപിച്ചിരിക്കുന്നവൾ, ഏറ്റവും സൂക്ഷ്മമായ ചൈതന്യമായി ഈ ലോകത്തുള്ള എല്ലാത്തിലും വ്യാപിച്ചിരിക്കുന്ന സൂക്ഷ്മമായ ചൈതന്യമാണ് ദേവി. സ്ഥൂലമായി കാണപ്പെടുമ്പോഴും നമ്മൾ അതിലെല്ലാം സൂക്ഷ്മമായി ദേവി ശക്തി ഉണ്ട്. വിവിധാകാര വ്യാപിനി, വിവിധാകാര വിവിധ ആകാരം, വിവിധങ്ങളായ ആകാരങ്ങൾ, ആകാരം എന്ന് പറഞ്ഞാൽ രൂപം, വിവിധ ആകാരങ്ങളോട് കൂടിയവളാണ് ദേവി. പരാശക്തിയായ ദേവിക്ക് പ്രത്യേകിച്ച് ഒരാകാരത്തിന്റെ പരിമിതിയില്ല. നമ്മൾ നേരത്തെ പറയുന്നുണ്ട്, ബാഹ്യ സൗന്ദര്യം വർണ്ണിക്കുന്നത് നമ്മുടെ മനസ്സിൽ ഒരു പ്രതിച്ഛായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ദേവിക്ക് അങ്ങനെ ഒരു ആകാരത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരാളല്ല ദേവി. അപ്പോൾ വിവിധങ്ങളായ ഒരുപാട് ആകാരങ്ങളോട്, രൂപങ്ങളോട് കൂടിയവളാണ് ദേവിക്ക്. ഒരു പ്രത്യേകിച്ചൊരാകാരത്തിന്റെ പരിമിതി ഇല്ല. ആ പരിമിതിക്കുള്ളിൽ ദേവി ഒതുങ്ങുന്നില്ല. രൂപൈരനേകൈഹി ബഹുധാത്മമൂർത്തി കൃത്വാംബികെ തത് പ്രകാരോതി കന്യ എന്നാണ് പറയുന്നത്. പ്രപഞ്ചത്തിൽ അനേക രൂപങ്ങളോട് കൂടി ആത്മസ്വരൂപിണിയായ ജഗദംബിക പല വിധത്തിൽ പ്രകടിതയാകുന്നു എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വിവിധങ്ങളായ രൂപങ്ങളിൽ പ്രകടിതയാകുന്ന ആ ഒരു ശക്തി ചൈതന്യമാണ് ദേവിയുടേത്. ദേവിയുടേതല്ലാതെ വേറെ ഏത് അന്യരൂപമാണുള്ളത്? നാം കാണുന്നതെല്ലാം ദേവിയാണ്. ആ ദേവിയുടെ രൂപമാണ് നാം കാണുന്ന എല്ലാ വസ്തുക്കളിലും അടങ്ങിയിരിക്കുന്നത്. പിന്നെയോ വിദ്യാസ്വരൂപിണി. വിദ്യ പ്ലസ് അവിദ്യ രണ്ടുണ്ട്. പരസ്പര വിരുദ്ധമായ രണ്ട് കാര്യങ്ങളാണ്. വിദ്യ എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനം. വിദ്യാസ്വരൂപിണിയാണ് ഒരു വശത്ത്. ആത്മജ്ഞാനത്തിന്റെ സ്വരൂപിണിയാണ് ദേവി. അതേസമയം അവിദ്യാസ്വരൂപിണിയുമാണ്. അവിദ്യ എന്ന് പറഞ്ഞാൽ ആ അജ്ഞാനമാണ് അവിദ്യാരൂപിണിയായി ദേവി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? മായാമോഹത്താൽ ജീവികളെ ശരീര താതാത്മ്യത്തിലും നാനാത്വ ബുദ്ധിയിലും ഇട്ട് ദുഃഖിപ്പിക്കുന്നതും ദേവി തന്നെയാണ്. അപ്പോൾ അത് പൂർവജന്മ കർമ്മങ്ങളുടെ തുടർച്ചയായിട്ട് ആ കർമ്മഫലം, സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ദേവിയാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പൂർവജന്മ കർമ്മങ്ങളുടെ ആ ഒരു തുടർച്ചയായി ദേവി മായാമോഹത്താൽ ജീവികളെ പല കാര്യങ്ങളിലും, ശരീര താതാത്മ്യങ്ങളും പല ശാരീരികമായ പ്രശ്നങ്ങളിലും, അതുപോലെ തന്നെ നാനാത്വ ബുദ്ധിയിലും, വിവിധങ്ങളായ തരത്തിൽ ബുദ്ധിയിലും എല്ലാം ഇട്ട് ദുഃഖിപ്പിക്കുന്നുണ്ട്. അത് ദേവി തന്നെയാണ്. പക്ഷെ മറ്റൊരു കാര്യമുണ്ട്. ഓരോരുത്തരിലെ ഗുണഘടനയും വാസനാബലവും അനുസരിച്ച് അനുഭവം ഉണ്ടാകുന്നു. നമ്മളെപ്പോഴും വിചാരിക്കും മറ്റുള്ള എല്ലാ ജീവജാലങ്ങളെയും, മനുഷ്യരെയും മറ്റു ജീവജാലങ്ങളെയും എല്ലാം എടുത്തു നോക്കുമ്പോൾ എല്ലാം വ്യത്യസ്തമാണ്. ഒരാൾക്കും ഒരേപോലെ ഉള്ള അനുഭവങ്ങളല്ല ഈ ലോകത്ത് നമ്മൾ കാണുന്നത്. ഒരാൾക്കും ഒരുപോലെയല്ല, ഒരു ജീവിക്കും ഒരുപോലെയല്ല ജീവിതം. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ഓരോരുത്തരിലും കുടികൊള്ളുന്ന കർമ്മവാസനകളും കർമ്മബന്ധങ്ങളും അതിൻ്റെ തുടർച്ചകളും എല്ലാമാണ്. അപ്പം അതെല്ലാം ഈ പ്രപഞ്ചത്തിലെ മായ
മായയായ മായാമോഹങ്ങളിൽ ഇട്ട് വലയ്ക്കുന്നതിൻ്റെ ഒരവസ്ഥയാണ്. അതെന്തുകൊണ്ടാണ്? പലരിലും ഓരോരുത്തരിലും ഗുണഘടനയും വാസനാബലവും ഒക്കെ വ്യത്യസ്തമായിരിക്കും. അതനുസരിച്ചുള്ള അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത്. അത് ഈ കർമ്മവാസനകളിൽ കൂടിയാണ് അത് കടന്നു പോകുന്നത്. വ്യത്യസ്തമാണല്ലോ. പിന്നെയോ അത് ദേവിയെ ശരണം പ്രാപിക്കുന്ന ഭക്തനെ, ഇനി ഭക്തി പോലും വ്യത്യസ്തമാണ്. പലരിലും പല രീതിയിലാണ് ആ ഭക്തി കുടികൊള്ളുന്നത്. അപ്പോൾ ദേവിയെ ശരണം പ്രാപിക്കുന്ന ഭക്തനെ അവിദ്യാമാർഗത്തിൽ ജീവിക്കവേ തന്നെ വിദ്യാമാർഗത്തിലേക്ക് നയിച്ച് ക്രമേണ മുക്തനാക്കുന്നു എന്നുകൂടി ഒരർത്ഥമുണ്ട്. അപ്പോൾ അങ്ങനെ ദേവി ആ വ്യക്തിയെ ജ്ഞാനമാർഗത്തിലൂടെ നയിച്ച് മുക്തിയിലേക്ക് നയിക്കുന്നുണ്ട് എന്നുകൂടി നമുക്ക് വിശ്വസിക്കാം. പിന്നെയോ അടുത്തത് മഹാകാമേശ നയന കുമുദാഹ്ലാദ കൗമുദി. അത് ആ വരി മുഴുവനും ഒരു കവി സങ്കേതമാണത്. അതായത് മഹാകാമേശ നയന കുമുദാഹ്ലാദ കൗമുദി ഒരു വലിയ വിശേഷണമാണ്. മഹാകാമേശ നയന കുമുദ ആഹ്ലാദ കൗമുദി. മഹാകാമേശൻ എന്ന് പറഞ്ഞാൽ ശ്രീ മഹാദേവൻ. ശ്രീ മഹാദേവന്റെ കണ്ണുകളാകുന്ന നയനം, കണ്ണുകളാകുന്ന കുമുദം, ആമ്പൽപ്പൂവ്, ആമ്പൽപ്പൂവിനെ ആഹ്ലാദ കൗമുദി, ആഹ്ലാദിപ്പിക്കുന്ന പൂനിലാവ് ആയവൾ. അപ്പോൾ മഹാകാമേശന്, ശ്രീ മഹാദേവന്റെ കണ്ണുകളാകുന്ന ആമ്പൽപ്പൂവിനെ ആഹ്ലാദിപ്പിക്കുന്ന പൂനിലാവ് ആയവൾ. നിലാവ് കാണുമ്പോൾ ആമ്പൽപ്പൂക്കൾ വിടരും. അത് ഒരു പ്രകൃതി തത്വമാണ്. അപ്പോൾ ആ നിലാവിൽ വിടരുന്ന ആമ്പൽപ്പൂ പോലെ മഹാദേവന്റെ കണ്ണുകൾ ഈ ദേവിയെ കാണുമ്പോൾ ദേവിയാകുന്ന അമ്പൽപ്പൂവിനെ കണ്ട് ആഹ്ലാദിക്കുന്നു, വിടരുന്നു. കണ്ണുകൾ ആഹ്ലാദം കൊണ്ട് വിടരുന്നു. അപ്പോൾ ചന്ദ്രിക, പൂനിലാവ്, ചന്ദ്രിക പ്രസരിക്കുമ്പോൾ ആമ്പൽപ്പൂക്കൾ ആഹ്ലാദം കൊണ്ട് വിടരും. നല്ല നിലാവത്തെ ആമ്പൽപ്പൂക്കൾ വളരെ വേഗത്തിൽ വിടരും എന്ന ഒരു കവി സങ്കേതമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ദേവീ ദർശനത്താൽ ശ്രീ പരമേശ്വരന്റെ നയനങ്ങൾ വികസിക്കുന്നു, സന്തോഷം കൊണ്ട് വിടരുന്നു. അപ്പോൾ ആ കണ്ണുകളെയാണ് ഈ ആമ്പൽപ്പൂവായിട്ട് ഉപമിക്കുന്നത്. സന്തോഷമാകുന്ന പൂനിലാവായവളാണ് ദേവി. ദേവനെ സന്തോഷിപ്പിക്കുന്ന പൂനിലാവാണ് ദേവി. ദേവീ ദർശനത്താൽ ശ്രീ പരമേശ്വരന്റെ നയനങ്ങൾ വികസിക്കുന്നു എന്നൊറ്റ വാക്കിൽ പറയാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരർത്ഥം പറയാം. കാമനകളെ ജയിച്ച നിഷ്കാമ ഭക്തന് ദേവീ ദർശനം ലഭിക്കുകയും ആഹ്ലാദത്താൽ കണ്ണുകൾ വികസിക്കുകയും ചെയ്യുന്നു എന്ന് കണക്കാക്കാം. ദേവീ ദർശനം കൊണ്ട് തന്നെ കണ്ണുകൾ വിടരുന്നു. ആ കണ്ണുകൾ വിടരുന്നതും കാമേശനയന കുമുദാഹ്ലാദ കൗമുദി പോലെയാണ് എന്ന് നമുക്ക് കണക്കാക്കാം. അപ്പോൾ നിഷ്കാമനകളെല്ലാം ജയിച്ച, ആ ഇന്ദ്രിയങ്ങളെല്ലാം ജയിച്ച നിഷ്കാമ ഭക്തന്, ഒന്നും ആഗ്രഹിച്ചുകൊണ്ടല്ല, ഭക്തി മാത്രം, ഭക്തി തരണേ, ജ്ഞാനം തരണേ എന്ന് പണ്ട് വിവേകാനന്ദ സ്വാമികൾ ചെറിയ പ്രായത്തിൽ കാളി മാതാവിനോട് അപേക്ഷിച്ചതുപോലെ നിഷ്കാമ ഭക്തന്, ഭക്തിയും ജ്ഞാനവും മാത്രം ആഗ്രഹിക്കുന്ന, വേറൊന്നും ആഗ്രഹിക്കാത്ത ഭക്തന് ദേവീ ദർശനം ലഭിക്കുകയും, ദേവീ ദർശനം കിട്ടിയാലോ ആഹ്ലാദത്താൽ കണ്ണുകൾ വികസിക്കുന്നു. കണ്ണുകൾ മാത്രമല്ല, മനസ്സും ശരീരവും എല്ലാം സന്തോഷം കൊണ്ട് നിറയും. ആ ആഹ്ലാദം കൊണ്ട് വികസിക്കുകയും ചെയ്യുന്നതും ഇവിടെ നമുക്ക് ഈ പ്രയോഗത്തിൽ കൂടി കാണാൻ കഴിയും. അടുത്ത ശ്ലോകത്തിന്റെ അർത്ഥം അടുത്ത ദിവസം. ഓം ശ്രീ മഹാദേവ്യൈ നമഃ.